നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. നൈജീരിയൻ സ്വദേശിയെ ലഹരിക്കടത്തിന് നൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ ഹണ്ടിന്റെ ഭാഗമായാണ് അറസ്റ്റ്. ലഹരി ഇടപാടിലൂടെ ലഭിച്ച പണം ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കറൻസികളാക്കി ഇയാൾ നൈജീരിയയിലേക്ക് കടത്തിയെന്നും പോലീസ്. പ്രസിഡന്റ്സ് ട്രോഫിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനലും ജനുവരി 10 അഷ്ടമുടിക്കായലിൽ. 9 ചുണ്ടൻ വള്ളങ്ങളും 8 ചെറുവള്ളങ്ങളുമാണ് അഷ്ടമുടിക്കായലിൽ മാറ്റുരയ്ക്കുന്നത്. കുളത്തൂപ്പുഴ ചെറുകര RGM LP സ്കൂളിലെ മോഷണം. പ്രതികൾ അറസ്റ്റിൽ. കുളത്തൂപ്പുഴ ചെറുകര സ്വദേശികളാണ് പിടിയിലായത്. മത്സരിക്കണമെന്ന ആഗ്രഹം മറച്ചുവെക്കാതെ M. മുകേഷ് MLA. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് MLA. വിശദമായ വാർത്തകളിലേക്ക്. നൈജീരിയൻ സ്വദേശിയെ ലഹരിക്കടത്തിന് നൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ ഹണ്ടിന്റെ ഭാഗമായാണ് അറസ്റ്റ്. മുഹമ്മദ് ജാമിയു അബ്ദുൾ റഹീം എന്നയാളാണ് അറസ്റ്റിലായത്. ലഹരി ഇടപാടിന് ഉപയോഗിക്കുന്ന 8 ഇന്ത്യൻ ബാങ്കുകളിലെ അക്കൗണ്ടുകളും തിരിച്ചറിഞ്ഞു. ലഹരി ഇടപാടിലൂടെ ലഭിക്കുന്ന പണം ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കറൻസികളാക്കി ഇയാൾ നൈജീരിയയിലേക്ക് കടത്തിവരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ലഹരിക്കടത്തിനാണ് നൈജീരിയൻ സ്വദേശിയെ നൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരന്തരമായ അന്വേഷണങ്ങൾക്കും നിരവധി പേരെ ചോദ്യം ചെയ്തതിനും ഒടുവിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. നൈജീരിയൻ കേന്ദ്രത്തിൽ നിന്നും നിയന്ത്രിക്കുന്ന അക്കൗണ്ടിലേക്ക് വരുന്ന ലഹരി ഇടപാടിനുള്ള പണം മറ്റു ചില അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായി കണ്ടെത്തി നടത്തിയ അന്വേഷണമാണ് നൈജീരിയൻ സ്വദേശിയിലേക്ക് എത്തിയത്. മുഹമ്മദ് ജാമിയു അബ്ദുൾ റഹീം എന്നയാളാണ് അറസ്റ്റിലായത്. 2022 ഡൽഹി ടെക്നിക്കൽ സർവകലാശാലയിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി വന്ന ഇയാൾ നിലവിൽ അവസാന വർഷ വിദ്യാർത്ഥിയാണ്. രാസലഹരിക്ക് അടിമയായ ഇയാൾ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ബാംഗ്ലൂരിൽ ഇയാളുടെ നേതൃത്വത്തിലുള്ള നിരവധി ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായും പോലീസ് പറഞ്ഞു. ലഹരി ഇടപാടിലൂടെ ലഭിക്കുന്ന പണം ബിറ്റോ കോയിനുകൾ ക്രിപ്റ്റോ കറൻസികളാക്കി നൈജീരിയയിലേക്ക് കടത്തുകയായിരുന്നു ഇയാൾ ചെയ്തു വന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളെ കാരിയർമാരായി ഉപയോഗിച്ച് നടത്തുന്ന ലഹരി ശൃംഖലയിൽ ഇയാളെ കൂടാതെ രാജ്യത്ത് വിദ്യാഭ്യാസം എന്ന പേരിൽ എത്തിയിട്ടുള്ള ചില ആഫ്രിക്കൻ പൗരന്മാരും ഉൾപ്പെട്ടിട്ടുള്ളതായി സൂചനകളുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ മുഹമ്മദ് ജാമിയു അബ്ദുൾ റഹീമിനെ കൂടുതൽ ചോദ്യം ചെയ്ത് MDMA ഉൽപാദന കേന്ദ്രവും ഇയാളുടെ നെറ്റ്വർക്കിലെ മറ്റു കൂട്ടാളികളെയും കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കുളത്തൂപ്പുഴ ചെറുകര RGM LP സ്കൂളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികൾ പിടിയിൽ. കുളത്തൂപ്പുഴ ചെറുകര സ്വദേശികളാണ് പിടിയിലായത്. ക്രിസ്മസ് അവധിക്കാലത്ത് 1 ലക്ഷത്തിലധികം രൂപ വില വരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് മോഷ്ടിച്ചത്. കുളത്തൂപ്പുഴ ചെറുകര സ്വദേശികളായ അനന്തുഭവനിൽ അനന്തുരാജൻ, പൊന്മാതിരിമൂട് വീട്ടിൽ ബിനു എന്നിവരാണ് കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ക്രിസ്മസ് അവധിക്കാലത്താണ് സ്കൂളിൽ മോഷണം നടന്നത്. സ്കൂളിന്റെ മുൻഭാഗത്തെ വാതിലും പൂട്ടും തകർത്ത് 1 ലക്ഷത്തിലധികം രൂപ വില വരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് കവർച്ച ചെയ്തത്. ജനുവരി 1 സ്കൂൾ അധികൃതർ സ്കൂൾ തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. SHO B. അനീഷിന്റെ നേതൃത്വത്തിൽ SI-മാരായ ഷിജു S, ശ്രീലാൽ, CPO-മാരായ വിനീഷ്, സബിൻ എന്നിവർ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കഴിഞ്ഞ ദിവസം രാത്രി പിടികൂടിയത്. അന്വേഷണം പ്രതികളിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയ ഇവർ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം തിരികെ സ്കൂളിൽ എത്തിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. ഇവരെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുണ്ടറ താലൂക്ക് ആശുപത്രി കെട്ടിടം 19-ന് ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കിഫ്ബിയിൽ നിന്ന് 76 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കുണ്ടറ താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ 19-ന് രാവിലെ 11-ന് നിർവഹിക്കും. PC വിഷ്ണുനാഥ് MLA ആണ് ഇക്കാര്യം അറിയിച്ചത്. പരിപാടിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, ജില്ലയിലെ മന്ത്രിമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. 8 നിലകളിലായാണ് ആശുപത്രി നിർമ്മിച്ചിട്ടുള്ളത്.
താഴത്തെ നിലയിൽ അത്യാഹിത വിഭാഗം, അൾട്രാസൗണ്ട് സ്കാനിംഗ്, എക്സ്റേ, മാമോഗ്രാഫി. ഒന്നാം നിലയിൽ 5 കിടക്കകൾ വീതമുള്ള സർജിക്കൽ ICU, മെഡിക്കൽ ICU, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സർജറി വാർഡുകൾ, കൂട്ടിരിപ്പുകാർക്ക് വിശ്രമിക്കുന്നതിനായി വിശ്രമമുറി. രണ്ടാം നിലയിൽ OP ബ്ലോക്ക്, ലാബറട്ടറി, ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ്. മൂന്നാം നിലയിൽ ശസ്ത്രക്രിയാ തിയേറ്ററുകൾ. നാലാം നിലയിൽ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ്, ഡെന്റൽ പ്രൊസീജിയർ റൂം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക മെഡിക്കൽ വാർഡുകൾ. അഞ്ചാം നിലയിൽ ICU പ്രത്യേക വാർഡുകൾ, ജീവനക്കാർക്കായുള്ള ഡോർമെറ്ററി. ആറാം നിലയിൽ 8 പേ വാർഡുകൾ, ഡോക്ടർമാർക്കായുള്ള ക്വാർട്ടേഴ്സുകൾ. ബേസ്മെന്റ് ഫ്ലോറിൽ മോർച്ചറിയും പോസ്റ്റ്മോർട്ടം റൂമും ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ആശുപത്രി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഒരു സന്തോഷ വാർത്തയാണുള്ളത്. നമ്മുടെ കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകൾ 19-ാം തീയതി രാവിലെ 11 മണിക്ക് നിർവഹിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ നിയോജകമണ്ഡലത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പൂർണ്ണ സജ്ജമായി ഈ ആശുപത്രി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച അവരുടെ ആഗ്രഹത്തിൻ്റെ ഒരു ആദ്യ ഘട്ടമെന്ന നിലയിലാണ് ഈ ആശുപത്രി ജനങ്ങൾക്കായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കുന്നത്. ആശുപത്രി പൂർണ്ണ സജ്ജമാകണമെങ്കിൽ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ഉദ്യോഗസ്ഥരുടെയും നിയമനവും അനുബന്ധ സൗകര്യങ്ങളും കൂടി എത്തേണ്ടതുണ്ട്. പ്രാഥമിക പ്രവർത്തനങ്ങൾ ഉദ്ഘാടന ദിവസം തന്നെ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് MLA പറഞ്ഞു. പൂർണ്ണ സജ്ജമായി വരണമെങ്കിൽ സ്റ്റാഫിനെയും കൂടി എല്ലാം വന്ന് വരും. പക്ഷേ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ഉദ്ഘാടന ദിവസം തന്നെ ആരംഭിക്കുന്നതിനുള്ള വളരെ വേഗത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലെ സൂപ്രണ്ടും അതുപോലെ ഡോക്ടർമാരും PROയും മറ്റ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും എല്ലാവരും സഹകരിക്കുന്നുണ്ട്. കിഫ്ബിയിൽ നിന്നും 76 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രസിഡന്റ്സ് ട്രോഫിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനലും ജനുവരി 10-ന് അഷ്ടമുടി കായലിൽ നടക്കും. 9 ചുണ്ടൻ വള്ളങ്ങളും 8 ചെറുവള്ളങ്ങളുമാണ് ഇത്തവണ അഷ്ടമുടിയിൽ മാറ്റുരയ്ക്കുന്നത്. അഷ്ടമുടി കായലിൽ ആവേശപൂരം തീർത്ത പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം ശനിയാഴ്ച നടക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനൽ മത്സരമായാണ് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം നടക്കുന്നത്. 11ാമത് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി 10-ന് നടക്കുമെന്ന് ജില്ലാ കളക്ടർ ദേവിദാസും മുകേഷ് MLAയും വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത്. 11ാമത് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി മത്സരമാണ് നടക്കുന്നത്. CBL ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5ാമത് എഡിഷന്റെ ഫൈനൽ കൂടിയാണ് 10-ാം തീയതി ഇവിടെ അഷ്ടമുടിയിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ CBL-ല് ഈ മത്സരങ്ങളിൽ പൊതുവെ പങ്കെടുക്കുന്നത് CBL-ല് 9 ചുണ്ടൻ വള്ളങ്ങളും അതുപോലെ പ്രസിഡന്റ്സ് ബോട്ട് റേസിൽ ബോട്ട് വള്ളംകളിയിൽ 8 വള്ളങ്ങളുമാണ് ചെറുവള്ളങ്ങളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നിലവിലെ CBL-ലെ പോയിന്റ് പട്ടികയിൽ ഇയാപുരം ചുണ്ടൻ 1-ാം സ്ഥാനത്താണ്. മേൽപ്പാട് ചുണ്ടൻ 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്ത് നെരടൻ ചുണ്ടനുമാണ്. ഈ കഴിഞ്ഞ മത്സരങ്ങളിലെ പോയിന്റ് പട്ടികയിൽ അവരാണ് ആ നിലയിൽ വന്നിരിക്കുന്നത്. CBL-ലെ 1-ാം സ്ഥാനക്കാർക്ക് 25 ലക്ഷം രൂപയും 2-ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 15 ലക്ഷം രൂപയും 3-ാം സ്ഥാനക്കാർക്ക് 10 ലക്ഷം രൂപയും ആണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുടെ ചെറുവള്ളങ്ങളുടെ മത്സരത്തിൽ 2 ഇരട്ടുകുത്തി A ഗ്രേഡും 3 ഇരട്ടുകുത്തി B ഗ്രേഡും 3 തെക്കനോടി വനിതാ വിഭാഗം മത്സരവും ഉണ്ടാകും. ഇരട്ടുകുത്തി A ഗ്രേഡ് വിഭാഗത്തിന് ബോണസ് ഇനത്തിൽ 75,000 രൂപയും പ്രൈസ് മണി ഇനത്തിൽ 25,000 രൂപയുമാണ് സമ്മാനം. ഇരട്ടുകുത്തി B ഗ്രേഡിൽ ബോണസ് ഇനത്തിൽ 50,000 രൂപയും പ്രൈസ് മണിയായി 1-ാം സ്ഥാനത്തിന് 20,000 രൂപയും 2-ാം സ്ഥാനത്തിന് 15,000 രൂപയാണ് ലഭിക്കുന്നത്. തെക്കനോടി വനിതാ വിഭാഗത്തിന് 60,000 രൂപ പ്രൈസ് മണിയായി 1-ാം സ്ഥാനത്തിന് 75,000 രൂപയും 2-ാം സ്ഥാനത്തിന് 20,000 രൂപയും നൽകുന്നതാണ്. കേരളത്തിന്റെ തനത് ജലസംസ്കൃതിയുടെ കരുത്ത് വിളിച്ചോതുന്ന കായിക മാമാങ്കത്തിനായി കൊല്ലം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധ വിഭാഗങ്ങളിലായി 9 ചുണ്ടൻ വള്ളങ്ങളും 8 ചെറുവള്ളങ്ങളുമാണ് അഷ്ടമുടിയിൽ മാറ്റുരയ്ക്കുക. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വെള്ളിമല മുതൽ വാളക്കോട് വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങൾ നിത്യസംഭവമാകുന്നു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും വീതി കുറവുമാണ് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നത്. ശബരിമല തീർത്ഥാടന കാലമായതിനാൽ ഇതുവഴിയുള്ള വാഹന തിരക്ക് വർദ്ധിച്ചത് അപകട സാധ്യത ഇരട്ടിയാക്കുകയാണ്. വെള്ളിമല മുതൽ വാളക്കോട് വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന് ആവശ്യത്തിന് വീതിയില്ല. പലയിടങ്ങളിലും കടുപ്പമേറിയ വളവുകളുള്ളത് ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്നതിനും വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നതിനും കാരണമാകുന്നു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കും തിരിച്ചും നൂറുകണക്കിന് വാഹനങ്ങളാണ് നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്നത്. ചരക്ക് ലോറികളുടെയും അന്തർ സംസ്ഥാന ബസ്സുകളുടെയും തിരക്ക് പാതയിൽ വലിയ ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും വഴിയൊരുക്കുന്നു. മണ്ഡലകാലമായതിനാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടക വാഹനങ്ങളുടെ വലിയ നിരയാണ് പാതയിലുള്ളത്.
വഴിയറിയാതെ എത്തുന്ന ഡ്രൈവർമാർ ഇടുങ്ങിയ പാതയിലെ വളവുകളിൽ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാനോ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും പരാതി. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വലിയ ചരക്ക് ലോറികൾക്ക് കടന്നുപോകാൻ പോലും പലയിടത്തും വീതിയില്ല. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്തതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഈ പാതയിൽ സംഭവിക്കാം. പാതയുടെ അപകടാവസ്ഥ പരിഹരിക്കാൻ ശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും വളവുകൾ നിവർത്തുന്നതുൾപ്പെടെയുള്ള നടപടികളും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഡാമിൽ ജലസംഭരണ ശേഷി കുറയ്ക്കുന്ന എക്കലും മണലും നീക്കം ചെയ്യാത്തത് ജലസംഭരണത്തിന് ഭീഷണിയാകുന്നു. ചെറിയ മഴയിലും ഡാം പെട്ടെന്ന് നിറയും. വേനൽക്കാല ജലസേചനത്തിന് സംഭരിക്കേണ്ട വെള്ളം ഷട്ടറുകൾ തുറന്ന് ഒഴുക്കേണ്ട സ്ഥിതിയാണ്. ഡാമിനോട് ചേർന്നുള്ള വൈദ്യുതോൽപാദന കേന്ദ്രത്തിലെ ജനറേറ്റർ പതിവായി തകരാറിലാകുന്നു. ഇത് കാരണം വേണ്ടത്ര വെള്ളം ഉപയോഗിക്കാത്തതാണ് നിലവിൽ ഡാമിലെ ജലനിരപ്പ് വേനൽക്കാലത്ത് കുറയാതിരിക്കുന്നത്. തെന്മല ഡാമിനോട് ചേർന്നുള്ള വൈദ്യുതോൽപാദന കേന്ദ്രത്തിലെ ജനറേറ്റർ പതിവായി തകരാറിലാകുന്നതിനാൽ വേണ്ടത്ര വെള്ളം ഉപയോഗിക്കാത്തതാണ് നിലവിൽ ഡാമിലെ ജലനിരപ്പ് വേനൽക്കാലത്ത് കുറയാതിരിക്കുന്നത്. ഡാമിലെ എക്കലിന്റെയും മണലിന്റെയും അളവ് കണ്ടെത്താൻ കഴിഞ്ഞ ജനുവരിയിൽ പീച്ചിയിലെ കേരള എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ സംഘം ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയിരുന്നു. എക്കൽ സാമ്പിളുകളും പരിശോധിച്ചു. ഇത് സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. അണക്കെട്ടിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ എക്കലും മണലും നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച സാധ്യതാ പഠനത്തിന് റിപ്പോർട്ട് സഹായകമാകുമെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. ശെന്തുരുണി വന്യജീവി സങ്കേതത്തോട് ചേർന്നാണ് ഡാമിന്റെ ഭാഗങ്ങൾ. അത്യപൂർവ ജലജീവികളും സസ്യങ്ങളും എക്കൽ മണൽ ഡ്രഡ്ജിങ്ങിൽ നശിക്കുമെന്ന വാദത്താലാണ് 2003 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തെന്മല ഡാമിലെ മണൽ, എക്കൽ എന്നിവ നീക്കം ചെയ്യുന്നതിനെ എതിർത്തത്. ഈ കുരുക്കഴിക്കാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുത്തില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാത്ത വിധം എക്കൽ നീക്കം ചെയ്യുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുമില്ല. 1000 കോടിയുടെ വരുമാനം നേടാൻ കഴിയുന്ന മണൽ ഡാമിലുണ്ട്. മണൽ കലവറയൊരുക്കി വിൽക്കാനുമാകും. കേരളത്തിലെ നിരവധി ഡാമുകളിലെ മണൽ നീക്കം ചെയ്യാൻ ഇപ്പോൾ തയ്യാറാക്കിയ പദ്ധതിയിൽ തെന്മല ഡാം പരിഗണിക്കപ്പെട്ടിട്ടുമില്ല. സംസ്ഥാനത്തെ 20 റിസർവോയറിൽ നിന്ന് ആദ്യഘട്ടത്തിലും ബാക്കി 32ൽ നിന്ന് രണ്ടാം ഘട്ടത്തിലും മണൽ നീക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. കഴിഞ്ഞ പ്രളയശേഷം വൻതോതിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കണമെന്ന് ഡാം റെഗുലേറ്ററി കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേർതിരിക്കുന്ന എക്കൽ കർഷകർക്ക് നൽകാനും മണൽ നിർമ്മാണ മേഖലയ്ക്ക് വേണ്ടി വിൽക്കാനുമായിരുന്നു സർക്കാർ പദ്ധതി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPI സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ. അഞ്ചൽ കൊച്ചുകുരുവിക്കോണം ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് നശിപ്പിച്ചത്. BJP അനുഭാവിയാണ് ബോർഡ് നശിപ്പിച്ചതെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അഞ്ചൽ കൊച്ചുകുരുവിക്കോണം ജംഗ്ഷനിൽ CPI പ്രവർത്തകർ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡാണ് നശിപ്പിച്ചത്. പിന്നീട് CCTV ദൃശ്യത്തിൽ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചത് BJP അനുഭാവിയായ യുവാവാണെന്ന് കണ്ടെത്തിയിരുന്നു. പ്രദേശത്തെ റോഡ് നിർമ്മാണത്തിന് MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച PS സുബാൽ MLAയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് CPI കുരുവിക്കോണം ബ്രാഞ്ച് സ്ഥാപിച്ച ബോർഡാണ് നശിപ്പിച്ചത്. BJPയുടെ കൊടിമരത്തിന്റെ മുന്നിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് എടുത്തുമാറ്റണമെന്ന് CPI പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നതായി പ്രദേശത്തെ BJP നേതൃത്വം പറയുന്നു. തങ്ങളുടെ പ്രവർത്തകൻ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചത് തെറ്റായ നിലപാടാണെന്നും പകരം ഫ്ലെക്സ് ബോർഡ് പുതിയത് പ്രിന്റ് ചെയ്ത് നൽകുമെന്നും BJP നേതൃത്വം അറിയിച്ചതോടെയാണ് CPI പ്രവർത്തകർ മടങ്ങിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ CPIയുടെ പുനലൂർ MLA ഇവിടെ ഒരു ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ച് ഫ്ലെക്സ് വെച്ചിരുന്നു. ആ ഫ്ലെക്സ് ആർക്കും ദോഷമില്ലാത്ത സ്ഥലത്ത് ഇരുന്നാണ്. എന്നാൽ ഇന്നലെ ഒരു സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയാനൊക്കെ BJPക്കാരാണ് അയാൾ ഫ്ലെക്സ് കീറി. അപ്പം ഈ ഫ്ലെക്സ് കീറി കിടക്കുന്നുണ്ട് ഞങ്ങളെ അറിയിച്ചപ്പം ഞങ്ങൾ പറഞ്ഞു തെറ്റിദ്ധാരണ പുറത്തൊന്നിനും പോകരുത്, ഫ്ലെക്സ് വ്യക്തമായി കീറിയൊന്ന് ബോധ്യപ്പെട്ട ശേഷം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് നോക്കുമ്പോൾ CCTVക്കകത്ത് ഈ സ്റ്റേഷനിലേക്കടി നടത്തുന്ന അനൂപ് കീറുന്ന ദൃശ്യം നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ വരികയും ഇവിടുത്തെ വാർഡ് മെമ്പർ ആനന്ദ് മെമ്പറും കൂടെ ഇടപെട്ട് ഒരു കാര്യം ചെയ്യാൻ കാണിച്ച് വളരെ ഗുരുതരമായ വീഴ്ചയും തെറ്റുമാണ്. പകരം ഞങ്ങൾ ഫ്ലെക്സ് അടിച്ചു തരാമെന്ന് ഏറ്റ് ഞങ്ങൾ ആ പ്രശ്നം അവസാനിപ്പിച്ചത്. എന്നാൽ വാർഡ് മെമ്പറിനുള്ള ആ മെമ്പറുടെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പോലീസിന് വിളിച്ചു വരുത്തി. ആ സ്ഥിതിക്ക് ഫ്ലെക്സ് വെച്ചാൽ മാത്രം പോരെ ഇത് കേസാകുകയും കൂടി ചെയ്യും. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം. സംഘർഷമുണ്ടാകാതിരിക്കാൻ അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി ഇരുകൂട്ടരുമായി ചർച്ച നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. KIP കനാലുകൾ ശുചീകരിക്കാതെ വേനൽക്കാല ജലവിതരണം ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. വലതുകര മെയിൻ കനാലിലൂടെ ജനുവരി 10-നും ഇടതുകര കനാലിലൂടെ 12-നും വെള്ളം തുറന്നുവിടാനാണ് ഇറിഗേഷൻ വകുപ്പിന്റെ തീരുമാനം. എന്നാൽ കനാലുകൾക്കുള്ളിലെ കാടുകളും മാലിന്യവും നീക്കം ചെയ്യാത്തത് ജലമൊഴുക്കിനെ തടസ്സപ്പെടുത്തുമെന്നും ജനവാസ മേഖലകളിൽ അപകടമുണ്ടാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു.
കഴിഞ്ഞ 2 വർഷമായി KIP കനാലുകളിലെ കാടുകൾ നീക്കം ചെയ്തിട്ടില്ല. പലയിടങ്ങളിലും കൂറ്റൻ മരങ്ങളും വള്ളിച്ചെടികളും വളർന്നു നിൽക്കുകയാണ്. ഇതുമൂലം കനാലിന്റെ പാർശ്വഭിത്തികളിൽ വ്യാപകമായി വിള്ളലുകൾ വീണിട്ടുണ്ട്. ഈ അവസ്ഥയിൽ വെള്ളം തുറന്നുവിട്ടാൽ ഭിത്തികൾ തകരാനും ജനവാസ മേഖലകളിലേക്ക് വെള്ളം ഇരച്ചു കയറാനും സാധ്യതയുണ്ട്. 10,210 കിലോമീറ്ററോളം വരുന്ന കനാൽ ശൃംഖലയുടെ അറ്റകുറ്റപ്പണികൾക്കായി പ്രതിവർഷം 15 കോടിയോളം രൂപ ചെലവ് വരുന്നുണ്ടെന്നാണ് ഇറിഗേഷൻ വകുപ്പിന്റെ കണക്ക്. എന്നാൽ സർക്കാർ അനുവദിക്കുന്നത് കേവലം 4.5 കോടി രൂപ മാത്രമാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. നേരത്തെ കനാൽ ശുചീകരണത്തിനായി തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് പദ്ധതി ഉപേക്ഷിച്ചു. ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കി. 2 കനാലുകൾ വഴി എത്തുന്ന വെള്ളം ജനവാസ മേഖലയിലൂടെ കടന്നുപോകുന്ന ചെറു കനാലുകളിൽ എത്തിച്ചേർന്നാണ് വേനൽക്കാലത്തെ ജലക്ഷാമത്തിന് പരിഹാരം കാണുന്നത്. MLAയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വിഷയം ഗൗരവമായി എടുക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. കനാലുകളുടെ അടിയന്തര അറ്റകുറ്റപ്പണി തീർക്കാതെ ജലവിതരണം ആരംഭിച്ചാൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മത്സരിക്കണമെന്ന ആഗ്രഹം മറച്ചുവെക്കാതെ M. മുകേഷ് MLA. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് M. മുകേഷ് MLA പറഞ്ഞു. പാർട്ടി സീറ്റ് നൽകുകയാണെങ്കിൽ ആ സമയത്ത് നോക്കാം. മത്സരിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അല്ല, അത്ര മത്സരിക്കാൻ ആഗ്രഹത്തിന്റെ അല്ല, ഇതെല്ലാം നമ്മളിൽ എത്തിച്ചേരുന്ന ഉത്തരവാദിത്തങ്ങൾ. അപ്പൊ ഞാൻ ഒരിക്കൽ പോലും എനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല, പ്രകടിപ്പിക്കത്തുമില്ല. എന്നാൽ ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ ഒരു റോള് ഞാൻ ചോദിച്ചിട്ടില്ല. ആരെങ്കിലും റോള് നല്ലത് കൊണ്ടുവരികയാണെങ്കിൽ അത് ഗംഭീരമാക്കാൻ എന്ത് ചെയ്യാമെന്നുള്ളതാണ്. ആ സ്കൂളിലാണ് ഞാൻ വന്നത്. അത് പ്രത്യേകിച്ച് നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും. നമ്മൾ അങ്ങോട്ടൊന്നും ആവശ്യപ്പെടരുത്, ഇങ്ങോട്ട് തരുന്നത് ദി ബെസ്റ്റ് ആക്കി കൈ കൊടുക്കും. പാർട്ടി പറഞ്ഞ എല്ലായിടത്തും പ്രചാരണത്തിനിറങ്ങിയിട്ടുണ്ട്. ഇനിയും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് M. മുകേഷ് MLA വ്യക്തമാക്കി. അല്ല, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. പാർട്ടി തീരുമാനിക്കും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. പാർട്ടി പറയട്ടെ, ആ സമയം വരട്ടെ, അപ്പൊ വീണ്ടും തീരുമാനിക്കാം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. ഗംഭീര റോൾ കിട്ടിയാൽ അല്ല, പാർട്ടി പറഞ്ഞാലെന്നല്ല, പാർട്ടി ആ സമയത്ത് എന്ത് തീരുമാനിക്കുന്നു അത് നമ്മൾ ആ തീരുമാനത്തിൽ നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കില്ല. എന്നെ പാർട്ടി ഏൽപ്പിച്ച റോൾ താൻ ഗംഭീരമാക്കിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സേവനമല്ലേ, ജോലിയല്ലേ, മറ്റേ അഭിനയമല്ലേ ജോലി. അഭിനയിക്കുന്നുണ്ടോ ഇനി എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. അഭിനയമുണ്ട്. ഇതിപ്പോ MLA ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ ജനസേവനത്തിന്. കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരം. കൊല്ലത്തിന് എവിടെ ചെറിയൊരു കാര്യം വന്നാലും നമ്മൾ അവിടെ എത്താൻ പറ്റുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ്. പൊതുപ്രവർത്തകനായി തുടരുന്നതിനൊപ്പം നടനായും തുടരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. MLA തുടരുമോ, നടനായി തുടരുമോ? രണ്ടും. അല്ല, MLA നമ്മളല്ലേ തീരുമാനിക്കുന്നത്, നടനായിട്ട് എന്തായാലും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വെനസ്വേലയിലെ അമേരിക്കൻ അധിനിവേശത്തിൽ ഇന്ത്യൻ ഭരണകൂടം പുലർത്തുന്ന മൗനം ആശങ്കയുണ്ടാക്കുന്നുവെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. ഐസോ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ അധിനിവേശത്തിനെതിരെയാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ആ പ്രൗഢി ഇന്ത്യക്ക് നഷ്ടമായെന്നും നിസ്സഹായതോടെ ഓരോന്നും നോക്കിക്കാണേണ്ട അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിനെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ഇന്ത്യൻ ജനങ്ങൾക്കുള്ള പ്രതിഷേധമാണ് അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സംഘടനയുടെ അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ഉണ്ടായ ജനകീയ കൂട്ടായ്മയെന്നും അദ്ദേഹം പറഞ്ഞു. 1848 തന്നെ ലോകത്തിലെ ചൂഷകരെല്ലാം ഒരുമിച്ച് പറഞ്ഞു, അവനെ ഇപ്പം നമുക്ക് ശരിപ്പെടുത്തണം. ആ ശരിപ്പെടുത്താൻ വേണ്ടി വന്ന ചൂഷകരിൽ പ്രധാനികൾ ജർമ്മൻ പോലീസുകാരെ. ഞാൻ സൂചിപ്പിച്ചത് ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ അമേരിക്ക എന്ന രാജ്യം, അമേരിക്കക്ക് എങ്ങനെയാണ് ഇത്ര വലിയ ശക്തി ഉണ്ടായത്? ട്രംപ് എന്ന ഭരണാധികാരി എന്ത് ഇത്രമാത്രം ക്രൂരമായി പെരുമാറുന്നത്? സമ്പത്തിൻ്റെ അവകാശത്തിന് വേണ്ടിയാണ്. അയാൾ ലോകത്തിലെ വലിയ മുതലാളിയാണ്. ആ മുതലാളിക്ക് എത്ര സമ്പത്ത് കിട്ടിയാലും മതിയാവില്ല. സമ്പത്ത് കേന്ദ്രീകരണത്തിന് വേണ്ടി അദ്ദേഹം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള കേന്ദ്രങ്ങൾ അന്വേഷിക്കുക. അതിന് തുടർച്ചയാണ് ഈ വന്നതും. NGO യൂണിയൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ ഐസോ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് UR അജു അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടറി SJ മോഹൻ, ഐസോ സംസ്ഥാന സെക്രട്ടറി R ജോസ് പ്രകാശ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. KP സജിനാഥ്, KC പ്രഭ, സുജിത്ത്, ജഗദീഷ് പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിന് ഒരുക്കം. സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. KSRTC സ്റ്റാൻഡിന് സമീപത്തെ ബോട്ട് ജെട്ടിയിൽ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ N. ദേവിദാസ് നിർവഹിച്ചു.
ജലോത്സവത്തിന്റെ പ്രചരണാർത്ഥം QAC മൈതാനത്ത് ജനപ്രതിനിധികളുടെയും ജില്ലാ കളക്ടറുടെയും ടീമുകൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ മത്സരവും നടത്തി. വള്ളംകളിക്കായുള്ള ഒരുക്കം അവസാന ഘട്ടത്തിലാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാൻ കാലതാമസം നേരിട്ടു. പരിപാടികൾ നടത്താൻ കമ്മിറ്റികളും രൂപീകരിച്ചു. വള്ളംകളിക്ക് മുന്നോടിയായി കായിക മത്സരങ്ങളും നടത്തി. ട്രാക്കിന്റെ ആഴം കൂട്ടൽ നടന്നു. വള്ളംകളി നടത്താൻ പ്രചാരണത്തിന് സമയം ലഭിച്ചില്ലെങ്കിലും പൂർവാധികം ഭംഗിയായി തന്നെ ജലോത്സവം നടക്കുമെന്ന് കളക്ടർ പറഞ്ഞു. കായിക മത്സരങ്ങളും അതുപോലെ തന്നെ അതിന്റെ മറ്റു പരിപാടികളും എല്ലാം മുൻ നിശ്ചയിച്ച പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംഘാടക സമിതി കമ്മിറ്റി തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നാം ആലോചിച്ചുകൊണ്ട് തന്നെ പോവുകയുണ്ടായി. പക്ഷേ ഇതിന് മുന്നൊരുക്കം എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ടൂറിസം സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി സാറിൻ്റെ ഒരു ഇടപെടലിലൂടെ ടൂറിസം സെക്രട്ടറിക്ക് ഞങ്ങൾ ഇവിടുന്ന് ബഹുമാനപ്പെട്ട MP കൂടി നിർദ്ദേശത്തിൽ ഇവിടെയുള്ള ടൂറിസത്തിൻ്റെ സെക്രട്ടറി മുഖാന്തരം ഒരു കത്ത് കൊടുക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സഹായം ഇതിന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് വിനിയോഗിച്ചുകൊണ്ടുകൂടിയാണ് വള്ളംകളി മത്സരം ഇവിടെ നടത്തുന്നത്. അപ്പം അത് ഏറ്റവും മികച്ച നിലയിൽ നമുക്ക് നടത്താം. മറ്റൊരു കുറവുമില്ലാതെ കൊല്ലത്തിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള സാംസ്കാരിക പരിപാടിയാണ് ക്രിസ്മസ് ട്രോഫി ബോട്ട് റേസ്. DTPC സെക്രട്ടറി ജ്യോതിഷ് കേശവൻ, N ചന്ദ്രബാബു, ഡോക്ടർ K രാമഭദ്രൻ, TK സുൽഫി, അഡ്വക്കേറ്റ് TC വിജയൻ, ഡോക്ടർ D സുജിത്ത്, കുരീപ്പുഴ ഷാനവാസ്, S പ്രശാന്ത്, M മാത്യു, പെരിനാട് മുരളി, ക്ലാപ്പന മുഹമ്മദ്, A ഇക്ബാൽ കുട്ടി, ഷിബു റാവുത്തർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളിയിൽ വയലാർ സ്മൃതി സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മനസ്സിൽ പതിഞ്ഞ മനോഹര ഗാനങ്ങളും കവിതകളും കൊണ്ട് മലയാളത്തിന്റെ സാംസ്കാരിക ഭൂമിയെ ധന്യമാക്കിയ വയലാറിന്റെ ദീപ്തമായ സ്മരണകൾ നിറഞ്ഞു നിന്ന വയലാർ സ്മൃതിയാണ് കരുനാഗപ്പള്ളിയിൽ നടന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വയലാർ സ്മൃതി സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവതാളം വേദിയിലായിരുന്നു അനുസ്മരണം. കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചിരസ്മരണീയനായി മാറുന്നു എന്നത് ഞാനിപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം താരകൾ തൻ നാട്ടിലില്ല താമര പൂങ്കാവുകൾ, താരകൾ തൻ നാട്ടിലില്ല താലികെട്ടും പാട്ടും, മന്ത്രമോദി മതിലകത്ത് മണികിലുക്കിയ കൈകളിൽ നിന്നു തൊഴുതു വഴിയടഞ്ഞ മെഴുകുതിരികളെ, 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 തൊഴുതു തൊഴുതു മിഴിയടഞ്ഞ മെഴുകുതിരികളെ എന്ന പാട്ട് ആദ്യം കേൾക്കുന്നത് മഹാനായ ഒരു നാടകകൃത്തിന്റെ ഒരു നാടകത്തിൽ നിന്നാണ്. സ്വർഗം നാണിക്കുന്നു, പൊൻകുന്നമർക്കിയുടെ നാടകം. പൊൻകുന്നമർക്കിയുടെ നാടകം പാല ന്യൂ തിയേറ്റർ റബ്ബർ തോട്ടത്തില് ആ തിയേറ്ററിൽ ഇരുന്നു കൊണ്ടങ്ങനെ ഇരുന്നും നിന്നും ഒരു വിധത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് താരകൾ തൻ നാട്ടിലില്ല താമര പൂങ്കാവുകൾ, താരകൾ തൻ നാട്ടിലില്ല താലികെട്ടും പാട്ടും, മന്ത്രമോദി മതിലകത്തു മണികിലുക്കിയ കൈകളിൽ നിന്നു തൊഴുതു മിഴിയടഞ്ഞ മെഴുകുതിരികളെ. ഇതിങ്ങനെ കേൾക്കുമ്പോ ഇത് ആരപ്പ ഇത് എഴുതിയത്? അപ്പോഴാണ് ശിങ്കലേൽ സാർ വന്ന് പിന്നെയും ഓർമ്മിപ്പിച്ചു, അത് എഴുതിയത് വയലാർ രാമവർമ്മയാണ്. TN വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ, CPIM ഏരിയ സെക്രട്ടറി T മനോഹരൻ, VP ജയപ്രകാശ് മേനോൻ, അനിലാർ പാലവിള, S അനന്തൻപിള്ള, RK ദീപ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് NGO യൂണിയൻ കൊല്ലം ജ്വാല കലാവേദി അവതരിപ്പിച്ച ലഘുനാടകവും അരങ്ങേറി. വയലാർ ഗാനങ്ങൾ കോർത്തിണക്കി പിന്നണി ഗായകൻ നൌഷാദ് ബാബു അവതരിപ്പിച്ച കൊല്ലം രാഗശ്രീ മ്യൂസിക്കിന്റെ സംഗീത നിശയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. നൈജീരിയൻ സ്വദേശിയെ ലഹരിക്കടത്തിന് നൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ ഹണ്ടിന്റെ ഭാഗമായാണ് അറസ്റ്റ്. ലഹരി ഇടപാടിലൂടെ ലഭിച്ച പണം ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ കറൻസികളാക്കി ഇയാൾ നൈജീരിയയിലേക്ക് കടത്തിയെന്നും പോലീസ്.
പ്രസിഡന്റ്സ് ട്രോഫിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനലും ജനുവരി 10-ന് അഷ്ടമുടിക്കായലിൽ. 9 ചുണ്ടൻ വള്ളങ്ങളും 8 ചെറുവള്ളങ്ങളുമാണ് അഷ്ടമുടിക്കായലിൽ മാറ്റുരയ്ക്കുന്നത്. കുളത്തൂപ്പുഴ ചെറുകര RGM LP സ്കൂളിലെ മോഷണം. പ്രതികൾ അറസ്റ്റിൽ. കുളത്തൂപ്പുഴ ചെറുകര സ്വദേശികളാണ് പിടിയിലായത്. മത്സരിക്കണമെന്ന ആഗ്രഹം മറച്ചുവെക്കാതെ M. മുകേഷ് MLA. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് MLA. പാർട്ടി തീരുമാനിക്കും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. പാർട്ടി പറയാൻ സമയം വരട്ടെ, അപ്പൊ വീണ്ടും തീരുമാനിക്കാം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.